ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പം ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫൊക്കെ പോലത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇതിൻ്റെ ഗ്രാൻഡ് മൈയും ഗ്രാൻഡ് പേ വരുന്നുണ്ട്. സോ എൻ്റെ അമ്മയുടെ അച്ഛനമ്മയാണ്. സോ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വൃത്തിയാക്കണം. ഇന്നലെ തന്നെ വൃത്തിയാക്കി. പക്ഷെ അപ്പം എന്താ പറയുക, ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സ്പേസ് കുറവായിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും സ്പേസ് വന്നിട്ടുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗിവിങ് 1K subscribers. ഐ എം സോ ഹാപ്പി. സോ താങ്ക് യു. എത്ര ടൈം പറയാനും മതിയാകത്തില്ല, കാരണം അത്രയ്ക്കും സന്തോഷമായിട്ടോ എനിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നല്ല ഫസ്റ്റ്ലി തന്നെ ഈ ഒരു ടേബിൾ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ടേബിൾ എന്ന് പറയുമ്പോൾ എൻ്റെ കുറച്ച് ഇയറിങ്സ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കൊണ്ടിരിക്കുമ്പോൾ ടൈമിലാണ് സൈഡിലുള്ള ഒരു ബോക്സ് കണ്ടത്. ഇതിനകത്ത് എപ്പോഴും അലമ്പാണ്, കാരണം അതിനകത്ത് കുറേ അധികം സാധനങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ എടുക്കൂട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ആയതാണ്. അതിനകത്ത് കുറേ പേനയും കുഞ്ഞു ബുക്കും. ഞാൻ വിളിച്ചിരിക്കുന്നത് ഇത്രയും കുഞ്ഞു ബുക്കുകൾ ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്. ഇനി വേസ്റ്റ് ഞാൻ അതെല്ലാം ഇതുപോലെ തട്ടിയെടുത്തിട്ടുണ്ട്. തട്ടിയെടുത്തപ്പോഴാണ് ഇങ്ക് കണ്ടത്. ഇങ്ക് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അതിനുള്ളിൽ എല്ലാം സ്റ്റോർ ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ക്ലോക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. ആ ക്ലോക്ക് ഞാൻ വാങ്ങിച്ചിടാം, നല്ല രസമല്ലേ. പിന്നെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നു വെച്ചു. ബെഡിൽ അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് കൊട്ടി കളഞ്ഞു. എന്നിട്ട് ആ ഒരു ഷീറ്റൊക്കെ മര്യാദയ്ക്ക് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ നേരെ താഴേക്ക് പോയപ്പോൾ സ്റ്റെപ്പിൽ എടുത്തിരിക്കുന്നുണ്ടോ. ഭയങ്കര കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കളി മൂട്ടിയായിരുന്നു കേട്ടോ. എന്താ പറയില്ല, അവൾ ഭയങ്കര കളിയായിരുന്നു. അവൾക്ക് ഒരു മൂടാണ് കേട്ടോ. ആ മൂഡിൽ ഭയങ്കര കളിയായിരിക്കും. ചിലപ്പോൾ വട്ടുപിടിച്ചോലെ കിടന്ന് ഓടും കേട്ടോ. അങ്ങനെ ഞാൻ താഴേക്ക് വന്നപ്പോൾ എനിക്ക് കാപ്പിയും ബിസ്ക്കറ്റും കിട്ടി. ഞാനത് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നൂഡിൽസ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചില്ല, നൂഡിൽസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ കൊണ്ട് കുറച്ചധികം വാരി ഇട്ടു കേട്ടോ. പിന്നെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വെളിയിൽ കൂടെയൊക്കെ ചുമ്മാതെ നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂപ്പനെയും അമ്മൂമ്മനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ ഇതുവരെയായിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. മഴയ്ക്ക് മുമ്പ് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനാണെങ്കിൽ കവർ എടുക്കാൻ മറന്നു പോയിട്ടോ. എനിവേസ് ഞാൻ കടയിലേക്ക് പോവാണ്. പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ എന്നാലും കടയിലേക്ക് പോവാട്ടോ. അങ്ങനെ കടയിലെത്തി ഉപ്പും അതുപോലെ തന്നെ സോപ്പ് പൊടിയും വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ വീട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട് കടയിൽ പോണത്. ഞാൻ എത്തിയത് നല്ല മഴയായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഈ തണുപ്പത്ത് ഒരു ഫുഡ് കഴിച്ചാലോ. എന്താണെന്നറിയോ, ബിരിയാണി ആയിരുന്നു. ബിരിയാണി എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നന്നായിട്ട് കൊതിയാവുന്നുണ്ട് കേട്ടോ. ബിരിയാണി കഴിച്ചിട്ട് ഉറക്കം ഫസ്റ്റിൽ കിടന്നു കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം ഒന്നും ഉറങ്ങിയില്ല, കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇതാണ് എൻ്റെ അപ്പൂപ്പൻ, ഇതാണ് എൻ്റെ അമ്മൂമ്മ കേട്ടോ. അമ്മൂടെ പുറകിൽ ഒരാളാണ് ഇതാട്ടോ ആൾ. അതിന് കുറച്ച് നേരം വെളിയിലേക്ക് കിടന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് പോർഷൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈറ്റിലൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എക്സ്ട്രീംലി സോറി കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തോടൊക്കെ നടക്കരുന്നു. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ നല്ല രസമല്ലേ. അതിന് കുറച്ച് നേരം വെളിയിൽ കൂടെയൊക്കെ നടന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ വേഗം അകത്തേക്ക് ഓടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.